Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ഹിസ്റ്ററി നമ്മുടെ കംപ്ലീറ്റ് ആയിരുന്നല്ലേ. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഇത് രണ്ടും കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ നോക്കാൻ പോകുന്ന ഇത് പൊതുവെ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വരാണ്. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ ബ്ലഡ് ബാങ്ക്? എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നേ? ബ്ലഡ് ബാങ്ക് ബ്ലഡ് എടുത്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയ കാര്യങ്ങളൊന്ന് നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടില്ല, അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡൊണേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളെയാണ് ഡോണർ എന്ന് പറയുന്നത്. ഡോണർ, DONAR. ഡോണറിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ്, നമുക്കിപ്പോ ഡൊണേറ്റ് ചെയ്യാൻ മനസ്സുള്ള ആള് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. ഡോണറിന്റെ അടുത്തുനിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് ബ്ലഡ് ബാഗിലേക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇപ്പൊ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ ഡോണറിന്റെ അടുത്ത് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായ ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഡോണറിന്റെ അടുത്തുനിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഇത് ബ്ലഡ് ബാഗിലേക്ക് മാറ്റുന്നു. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എല്ലാം ബ്ലഡ് ഒരുമിച്ചല്ല അത് ചെയ്യുന്നത്. ബ്ലഡ് എല്ലാത്തുള്ള 4 കമ്പോണൻസ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ബ്ലഡിലെ 4 കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇങ്ങനെ ബ്ലഡിലെ 4 കമ്പോണൻസ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇങ്ങനെയുള്ള ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും. ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി കൊയാഗുലന്റ്, അതൊരു ഡ്രഗ് ആണ്. ആന്റി കൊയാഗുലന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ബ്ലഡ് ബാങ്കില് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ബ്ലഡ് ബാഗിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ബ്ലഡിലെ കമ്പോണൻസ് ആദ്യം തിരിക്കുന്നു, എന്നിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിലിട്ട് ബ്ലഡിലെ കമ്പോണൻസ് തിരിച്ച് അതിനകത്ത് ആന്റി കൊയാഗുലന്റ് ഒരു ഡ്രഗ് ആണ്, ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ഓരോന്നും ബ്ലഡ് ബാഗിലേക്ക് മാറ്റി അവര് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയോ? 5 ലിറ്റർ, 5 ലിറ്റേഴ്സ്. അത് എക്സാമിന് ചോദിക്കും. ഒരു ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. 5 ലിറ്റർ ബ്ലഡാണ് ഉള്ളത് നമ്മുടെ ബോഡിയിൽ. അപ്പൊ നമ്മളിനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറച്ച് പ്രീ ഡൊണേറ്റീവ് ചെക്കപ്പ്, ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യണം. അതായത് അപ്പൊ അതിനകത്ത് വരുന്ന നമുക്ക് കുറച്ച് റൂൾസുകൾ ഉണ്ട് അവിടെ. അതായത് നമ്മുടെ ഏജ് 18 to 65,
1865 അതിന്റെ ഇടയിൽ ആയിരിക്കണം. അപ്പൊ എനിക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ എന്റെ ഏജ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 18 വയസ്സിനും 65 വയസ്സ് വരെ ഉള്ളവർക്കും ആണ് ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 45 kg മുകളിലായിരിക്കണം. 45 കിലോയിലും 45 kg മുകളിലുള്ളവർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാകത്തിന് അവര് ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. നല്ല ആരോഗ്യം ഉണ്ടാവണം. അവരുടെ ശരീരത്തില് ആവശ്യത്തിന് ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കണം? ബോഡി ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. പിന്നെ മെന്റലി ഫിസിക്കലി അവർ സ്ട്രോങ് ആയിരിക്കണം. മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, എയ്ഡ്സ് പോലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പിന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 മാസത്തില് നമുക്ക് 300 ml ബ്ലഡ് ആണ് ഒരാൾക്ക് ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ നോക്കാം, 300 ml ബ്ലഡ് ആണ് ഒരാൾക്ക് ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് മെയിൽസിലാണെങ്കിൽ ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്തിട്ട് മെയിൽസിന്റെ കേസിലാണെങ്കിൽ അത് ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാം. താല്പര്യമാണെങ്കിൽ അടുത്ത ഡൊണേഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഫീമെയിൽസിന്റെ കാര്യത്തില് അവിടെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അവർക്കൊരു 120 days കഴിഞ്ഞിട്ടാണ് എന്താ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുട്ടി ഇതാ എടുത്തപ്പോ അങ്ങനെ ചോദിച്ചപ്പോ കുട്ടിയോട് ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിയുമ്പോൾ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് അവരുടെ ആ ഒരു നോക്കിയിട്ട് ഒരു നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൽസിന്റെ കേസിൽ 3 മാസം കഴിഞ്ഞ് 90 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ഡൊണേഷൻ നടത്താം. ഫീമെയിലില് 120 days ആണ്. അത് ഇപ്പൊ 90 ദിവസം കഴിഞ്ഞാലും ഓക്കെ ആണ്, നമ്മൾ ഹെൽത്തി ആണ്, കൊടുക്കാൻ ഇതാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അങ്ങനെ തെറ്റില്ല. പക്ഷെ നമ്മളൊരു പറയുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. 120 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിനകത്ത് വരുന്നില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കിയേ, ബ്ലഡ് ബാങ്ക് ചാപ്റ്റർ 8 ഇതിനകത്ത് നിങ്ങളുടെ ഇതിനകത്ത് 20 നാട്ട കിടക്കുന്നത് 20 ബ്ലഡ് ബാങ്ക് ആണ്. നമ്മൾ പറഞ്ഞത് എന്താ? ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ്, സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത് അല്ലെ. The term blood bank generally refers to a department of a hospital, usually within a clinical pathology. Pathology എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറി where the store of blood products take place and where pre-transfusion and blood compatibility testing is executed. ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. വേർ ദ സ്റ്റോർ ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ്, ഇവിടെ എന്താ? ബ്ലഡ് പ്രോഡക്ട്സ്, ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് വേർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ വെറുതെ സ്റ്റോർ ചെയ്യല്ല, അവിടെ ടെസ്റ്റിംഗ് നടത്തി, അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ഈ ട്രാൻസ്ഫ്യൂഷന് മുന്നേ തന്നെ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലാബോറട്ടറി, ക്ലിനിക്കൽ പത്തോളജി ലാബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അത് എന്താണ്? ടെസ്റ്റിംഗ് നടത്തിയിട്ട് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തും. എവിടെയാ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷന് മുന്നേ തന്നെ, നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ. ഇനി ഇവിടെ എന്തൊക്കെ ടാസ്കുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു,
പ്രോസസിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ മിഷീനിലിട്ട് ബ്ലഡിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാ സ്റ്റോർ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പ്രോസസ് അല്ലേ, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നടത്തുന്നു. നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, ഓരോ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. സെപ്പറേഷൻ, ഓരോ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്, ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്. ബ്ലഡ് കളക്ഷൻ, പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ എന്തൊക്കെ ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നേ? ബ്ലഡ് കളക്ഷൻ, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. Blood collection, processing, testing, separation and storage. Okay. WHO. Guido, what is the expanded form? WHO. First class. World Health Organization developed a global approach, blood safety to curtail എന്ന് പറഞ്ഞാൽ reduce, കുറയ്ക്കുക. മീനിങ് curtail എന്ന് പറഞ്ഞ മീനിങ് reduce, കുറയ്ക്കുക. The burden of disease due to unsafe blood transfusion. അപ്പൊ നമ്മൾ പറഞ്ഞ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യുമ്പോഴും അതുപോലെ ഡൊണേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുന്ന ആള് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ നടത്താൻ പറ്റുള്ളൂ. നമുക്ക് അനുയോജ്യമല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാറുണ്ട് കേട്ടോ. ബ്ലഡിന്റെ ഓരോ ഗ്രൂപ്പുകള്, അവർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആർക്കൊക്കെ അതിനൊക്കെ റിസീവ് ചെയ്യാം, ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ പറയാൻ ഞാൻ ഇപ്പൊ നോക്കിയേ, അൺസേഫ് ആയിട്ടുള്ള ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോ ഒരാളുടെ ഡെത്തിന് വരെ കാരണം നമുക്ക് മാച്ചല്ലാത്ത ബ്ലഡ് റിസീവ് ചെയ്യുന്ന അയാൾക്ക് മരണം വരെ സംഭവിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസീസുകൾ, അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ WHO ഗ്ലോബൽ അപ്രോച്ച് വികസിപ്പിച്ചിട്ടുണ്ട്. ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. WHO ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? To curtail the burden of disease due to unsafe blood transfusion. സേഫ് അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. An average person carries almost 5 liters of blood. പറഞ്ഞില്ലേ 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരാളുടെ ശരീരത്തിലുള്ളത്. ഇറ്റ് സർക്കുലേറ്റ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. അത് നമ്മുടെ ശരീരത്തിലൂടെ ബ്ലഡ് വെസൽസ് കൂടെ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈസ് പമ്പ്ഡ് ടു ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. പമ്പിങ് ഓർഗൻ അല്ലേ മനുഷ്യ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ? ഏതാ പമ്പ് ചെയ്യുന്ന? ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ കൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തില് ഇപ്പൊ നമ്മൾ പഠിച്ചാണ് എന്നുവെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ഹാർട്ട് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? ഹൃദയത്തിന് എത്ര അറകളാണുള്ളേ? 4 chambers. വന്നില്ല കേട്ടോ, ഇതിനകത്ത് വന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ 4 അറകളുണ്ട്, 4 ചേമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കൽ. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഹൃദയത്തിലെ റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് വലത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അവിടെ നിന്ന് നേരെ ലെൻസിലേക്ക് എത്തുന്നു. ലെൻസിൽ എത്തുമ്പോൾ എന്താ, ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കും. ലെൻസ് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെൻസ് എടുത്തിട്ട് ആ ലെൻസ് തിരിച്ച് ഓക്സിജന് നമുക്ക് തരും. അപ്പൊ ബ്ലഡ് എന്തായി? പ്യുവർ ബ്ലഡ് ആയി, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന് അവിടെ നിന്നാണ് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇതിങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റം സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്.
ഓക്കെ, അതൊന്നും ഇവിടെ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് കൊടുത്തേ. ബ്ലഡ് ബാങ്ക് ചാപ്റ്റർ 20, നിങ്ങളുടെ നോട്ടിലെ 20 എന്നാണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് ഒരു സെന്റൻസ് നമുക്ക് എഴുതാം. ബ്ലഡ് ബാങ്ക് ഈസ് എ blood bank is a part of hospital laboratory. Blood bank is a part of hospital laboratory where 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 we store the blood. ഹോസ്പിറ്റൽ ലബോറട്ടറി കഴിഞ്ഞ ഒന്നുകൂടെ പറയൂ. Okay. Blood bank is a part of hospital laboratory where 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 we store STORE where we store the blood. എന്താണ് ഒന്നും കൂടി പറയാവോ സ്പെല്ലിംഗ്? വെയർ കഴിഞ്ഞിട്ട് Okay. Where we store ശേഖരിക്കുക, STORE store ചെയ്യുക, STORE store the blood and do proper testing ഒന്നുകൂടി പറയോ? ഓക്കെ, എന്നോട് പറയാം. ബ്ലഡ് ബാങ്ക് ഈസ് എ part of hospital laboratory where we store the blood. We store STORE ശേഖരിക്കുക, സ്റ്റോർ ചെയ്യുക, store the blood and do proper testing of blood. Proper testing of blood to avoid AVOID ഒഴിവാക്കുക, to avoid പ്രോപ്പർ ടെസ്റ്റിംഗ് proper testing of blood to avoid AVOID to avoid the risk of transfusion related problems. Okay, പറയാം. To avoid the risk of transfusion, 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 transfusion related problems. Okay, now blood bank is a part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problem. Transfusion പറഞ്ഞു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഭാഗമാണ്, ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു പാർട്ടാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഭാഗമാണ് ഇവിടെ. വി സ്റ്റോർ ദ ബ്ലഡ് ആൻഡ് ഡു പ്രോപ്പർ, വെറുതെ സ്റ്റോർ ചെയ്യല്ല, പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ട്രാൻസ്ഫ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്ക്, ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഭാഗമാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു വേർഡ് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു. അത് എഴുതിക്കോ, ട്രാൻസ്ഫ്യൂഷൻ. Transfusion process of transferring, TRANSFERING, transferring blood from, okay, process of transferring, TRANSFERING, transferring blood from one person to another.
one person to another. ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രോം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് നമ്മൾ ബ്ലഡ് മറ്റാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇനി ഇവിടെ നെക്സ്റ്റ് നോക്കി നിങ്ങൾ, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്, അവിടുത്തെ ഫങ്ഷൻ എന്തൊക്കെയാണ്? അത് നമുക്ക് കുറച്ച് പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇനി എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, ഒന്നില്ലെങ്കിൽ വിച്ച് വൺ ഈസ് എമംഗ് ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ്, അല്ലെങ്കിൽ which of the following is not included in blood bank functions. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. എന്തൊക്കെ ഫങ്ഷൻസ് ആ ചെയ്യണേന്ന് നോക്കിയേ. സിഫ്റ്റ്, സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്, പെട്ടെന്ന്. സിഫ്റ്റ് പെട്ടെന്ന്. സിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണന്റ് റിക്വസ്റ്റ് അനുസരിച്ച് സിഫ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ നമുക്ക് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്കെ നാളെ തരാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാന്നാണ് പറയുന്നത്. നമ്മൾ അർജന്റ് ആയിട്ടായിരിക്കും ബ്ലഡ് ആവശ്യപ്പെടുന്നത് അല്ലെ. അപ്പം തന്നെ നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച്, അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ബ്ലഡ് തരിക. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. എന്താണ് പറഞ്ഞോ? കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മലയാളത്തിലുള്ള അർത്ഥം എന്താ? ഘടകങ്ങള്. ബ്ലഡിലുള്ള ഓരോ ഘടകങ്ങൾ പറഞ്ഞല്ലോ, 4 കമ്പോണൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഫോർ കമ്പോണൻസ് ഘടകങ്ങളാണ് ബ്ലഡിൽ. RBC അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് പഠിക്കാൻ ഡീറ്റെയിൽ അപ്പൊ പറയാം. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ ഇതെല്ലാം ബ്ലഡിലെ കമ്പോണൻസ് ആണ്. അപ്പൊ ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത ബ്ലഡ് ബാങ്കിൽ വെക്കുന്നത്. അതെന്താ വെച്ചാൽ ഇപ്പൊ എനിക്കിപ്പോ RBCയുടെ കൗണ്ടാ കുറവെങ്കിൽ എനിക്ക് ഫുൾ ബ്ലഡ് വേണ്ട, എനിക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, അപ്പൊ അവർക്ക് പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാകും. അപ്പൊ അതുകൊണ്ട് ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വണ്ണില് സിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ. ബിനോയ് എന്താ അവിടെ മഴയുണ്ടോന്നോ? ഇവിടെ മഴയൊന്നുമില്ല. ക്ലിയർ അല്ലേ നിങ്ങക്ക്? ക്ലിയർ അല്ലേ? ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പൊ എപ്പോഴാണോ ആവശ്യം അതപ്പൊ തന്നെ അറേഞ്ച് ചെയ്യുക, കൊടുക്കുക. ഇനി രണ്ടാമത്തെ നോക്കിയേ, വാലിഡേറ്റിംഗ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് to reserve the blood and blood products. നോക്കിയേ, വാലിഡേറ്റിംഗ് ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ, ട്രാൻസ്ഫ്യൂഷന് മുന്നുള്ള സാമ്പിളുകൾ, ബ്ലഡ് സാമ്പിളുകൾ ചെക്ക് ചെയ്യണം, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക? റിസർവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. റിസർവ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ എന്ന മീനിങ്. സ്റ്റോർ ചെയ്ത് ശേഖരിച്ച് വെക്കുക. നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലാതെ നമ്മൾ തീരുമ്പോഴല്ല നമ്മൾ അവിടെ വെക്കേണ്ടത്. ബ്ലഡ് ബാങ്കിൽ എപ്പോ എനി ടൈം ഏത് സമയത്തും എല്ലാ ബ്ലഡും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ അത് തീരണതിന്റെ അനുസരിച്ച് തന്നെ നമ്മൾ ബ്ലഡ് തരുന്ന ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ബാങ്കിൽ അത് റിസർവ് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം, റിസർവ് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യണം. തേർഡ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്.
ഇനി ഡോണർ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. റിസീവ് ചെയ്യുന്ന ആളാണ് പേഷ്യന്റ്. ഒരാളാവണമെന്നില്ല, പേഷ്യന്റ് ആരും ആയിക്കോട്ടെ. അത് ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി, ഇന്ന ബ്ലഡ് ഇന്ന ആൾക്ക് മാച്ച് ആവോ അങ്ങനെയുള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ബ്ലഡ് ഇപ്പൊ ആരെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ബ്ലഡ് അതുമായിട്ട് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് റെസിപ്പിയന്റിന് ആവശ്യമായിട്ടുള്ള ഏത് ഗ്രൂപ്പാണ് എല്ലാം നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യണം, അസസ് ചെയ്യണം, അത് വിലയിരുത്തുക. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ബ്ലഡ് ഒന്നും കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവരുടെ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി, പ്രതിരോധ ശക്തി, അതൊക്കെ നമ്മൾ അത് ഡോണറും പേഷ്യന്റും തമ്മിലുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. Choosing of suitable blood components for each clinical condition. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള പിന്നെ ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള പിന്നെ ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഓക്കെ, ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഇനി കോഷൻ എന്ന് വെച്ചാൽ എന്താ? സേഫ് ആയിട്ട് നമ്മൾ ബ്ലഡ് കമ്പോണൻസ് ഹാൻഡിൽ ചെയ്യണം, ഡെലിവറി നടത്തണം. ഇത് ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സേഫ് ആയിട്ട് നല്ല ശ്രദ്ധിച്ച് ഒരു ഇതൊന്നും കണ്ടാമിനേഷൻ ഒന്നും ആവാത്ത രീതിയിലും എല്ലാം കൊണ്ടും നല്ല സേഫ് ആയിട്ടുള്ള ഡെലിവറി ഹാൻഡ്ലിംഗ് ബ്ലഡ് കമ്പോണൻസിന്റെ നടത്തണം. സേഫ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ഇൻവെന്ററി, വിവരപ്പട്ടികകള് നോക്കണം നമ്മൾ. സ്റ്റോക്ക് മാനേജ്മെന്റ് നോക്കണം. സ്റ്റോക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് ബ്ലഡ്, ആ ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്, ബ്ലഡിന്റെ ഓരോ ബ്ലഡ് ഗ്രൂപ്പും അവിടെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള വിവരപ്പട്ടികകളൊക്കെ നോക്കണം. അതപ്പോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഏതാണ് സ്റ്റോക്ക് കുറവ്. അപ്പൊ ആ ബ്ലഡ് വേഗം എത്തിക്കണം, അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്, ബ്ലഡിന്റെയും അതിന്റെ കമ്പോണൻസിന്റെയും ഒക്കെ സ്റ്റോക്ക് മാനേജ്മെന്റ് നോക്കണം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ കുറച്ച് യൂത്ത് പിള്ളേരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ? കുറച്ച് ഗ്രൂപ്പ് ആളുകൾ ചേർന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഇല്ലേ? അതുപോലെയുള്ള ബ്ലഡ് തരുന്ന കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സമയം. അപ്പൊ നമുക്ക് അവിടേക്ക് ബ്ലഡ് ബാങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നൊക്കെ നോക്കിയിട്ട് അവര് അത് ബ്ലഡ് ബാങ്കിലേക്ക് അത് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിലല്ലേ നമ്മുടെ ഇവിടെ ബ്ലഡ് ബാങ്കിൽ ഏതിന്റെ ഇതാണ് കുറവ്, ഏത് ഗ്രൂപ്പാണ് കുറവ്, അപ്പൊ ഷോർട്ടേജ് വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് അവര് വിളിച്ച് അറിയിക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, വേഗം നോക്കാം. സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് അവര് പെട്ടെന്ന് തന്നെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡ് കമ്പോണന്റ് നോട് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ അത് വാലിഡേറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ബ്ലഡ് കമ്പോണന്റ് ക്ലിനിക്കൽ കണ്ടീഷൻസ്, ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. പിന്നെ സേഫ് ആയിട്ട് ബ്ലഡ് കമ്പോണൻസ് ഡെലിവറി ചെയ്യുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ സേഫ് ആയിട്ട് ചെയ്യണം. പിന്നെ ഇൻവെന്ററി, വിവരപ്പട്ടികകൾ, ബ്ലഡ് എത്രത്തോളം ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ആ വിവരപ്പട്ടികകളൊക്കെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ നോക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ജോബി മോൾ, ഞാൻ ഇവിടെ കാണുന്നവരെയായിട്ട് വിളിക്കുന്നേ. ജോബി, ഒരു ഫസ്റ്റത്തെ 3 പോയിന്റ് ഒന്ന് വായിക്കോ? ജോബി മോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജോബി, ഗീതു ഞാൻ വായിക്കാം.
പിന്നെ വായിക്കാം. ഫസ്റ്റ് തേർഡ് പോയിന്റ് ഒന്ന് വായിക്കോ ഗീതു? ഓക്കെ, ഫസ്റ്റത്തെ തേർഡ് പോയിന്റ് അല്ലേ? ഫസ്റ്റ് 3 പോയിന്റ്. Swift response to urgent request for blood components. Next, validating pre-transfusion samples and request to reserve the blood bank and blood products. Okay. Evaluation of immunological suitability between donor and patient. Okay, next ആരാണ്? നെക്സ്റ്റ് മായല്ലേ? വിളിക്കുന്നേ മായ. Choosing of suitable blood components for each clinical condition, cautions, delivery and handling of blood components, inventory and stock management of blood and its elements, communications with the blood establishment ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയോ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, ഇനി ലൊക്കേഷൻ എവിടെയായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ആണ്. 5 പോയിന്റ്സ് തന്നേക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് കഴിഞ്ഞ ഒരു ബാച്ചിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ബാങ്ക് ലൊക്കേഷൻ typically should be situated on dash floor. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ കൊടുത്തത്. ഓപ്ഷൻസ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയാ ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. മനസ്സിലാക്കുക, ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യാൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും ഈസി ആയിട്ട് വേഗം എത്തിപ്പെടാവുന്ന രീതിയിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും. ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് വരാൻ പോകണ്ടേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. മറക്കോ ഇനി? എവിടെയായിരിക്കണം? ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഗ്രൗണ്ട് ഫ്ലോർ. സെക്കൻഡ് പോയിന്റ്, ഈസി വിസിബിലിറ്റി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. മറ്റേ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ പുറകെ കൊണ്ടുവന്ന് വെക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മളൊരു എമർജൻസി ആയിട്ടുള്ള ആവശ്യത്തിനാണ് ബ്ലഡ് ബാങ്കുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കണം. അതുകൊണ്ട് ഈസി വിസിബിലിറ്റി വേണം. നമുക്ക് എല്ലാവർക്കും ഈസി വിസിബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, ഇൻ നിയർ approximately with the emergency department OT complex. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം, ഇതിന്റെ അടുത്തായിരിക്കണം. ഇതിന്റെയൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അവിടെ പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് വരുന്ന എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അവർക്ക് ബ്ലഡ് ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ ബ്ലഡ് ഒക്കെ വേഗം കൊടുക്കുന്ന രീതിയിൽ അതിനോട് ചേർന്നായിരിക്കണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരാം. അപ്പൊ അവർക്ക് ബ്ലഡ് ഈസി അവൈലബിൾ ആവുന്ന രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നായിരിക്കണം. ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ചേർന്നായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻ നിയർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. ജോബി എന്താണ്? ഒന്നും കൂടെ പറയോന്ന് കേൾക്കുന്നില്ലായിരുന്നു. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ലില്ല. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനിപ്പോ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനിൽ നമ്മൾ ഈ ബ്ലഡ് ബാങ്ക് എപ്പോഴും ഇരിക്കേണ്ടത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ചേർന്നായിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ അടുത്തായിരിക്കണം. പെട്ടെന്ന് നമുക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഫോർത്ത് പോയിന്റ് പറഞ്ഞത് ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, കിടക്കാനും പുറത്തേക്ക് വരാനും ഒക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. പിന്നെ വൈഡ് കോറിഡോർസ്, നല്ല വിശാലമായിട്ടുള്ള കോറിഡോർസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, പിന്നെ ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മളത് റിസൾട്ട് മേടിക്കാനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് സ്പേസ് വേണം. ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജക്ഷൻ, കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ചുരുക്കുക.
ട്രാഫിക് തിരക്ക് ചുരുക്കുന്ന രീതിയിൽ നമ്മൾ എന്താ അധികം തിക്കും തിരക്കൊന്നും പാടില്ല അവിടെ. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ മാത്രം ആ സ്ഥലത്ത് വന്നാൽ മതിയല്ലോ. അല്ലാത്ത ആളുകൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഇത് കൊടുക്കാതെ നമ്മൾ ഇതൊക്കെ പ്രത്യേകം ആ ബ്ലഡ് ബാങ്കിൽ പ്രത്യേകം എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വഴി കൂടെ തന്നെ ഇറങ്ങും കയറുകയൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല, തിരക്കൊക്കെ ആവില്ലേ. അപ്പൊ പ്രത്യേക എൻട്രി എക്സിറ്റ് കൊടുക്കണം. വിത്ത് കോറിഡോസ്, നല്ല വീതിയുള്ള കോറിഡോസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസിങ് ട്രാഫിക് കൺജക്ഷൻ, വെയിറ്റിംഗ് സ്പേസും വേണം ഇതായിട്ടുള്ള. അപ്പൊ അത് വെച്ചാൽ ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. കണ്ടോ, പബ്ലിക് എൻട്രി കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിട്ടുള്ള സ്ഥലമായിരിക്കണം. പക്ഷെ പബ്ലിക് എൻട്രി കുറയ്ക്കണം, മിനിമം പബ്ലിക് എൻട്രി, so that there is no interference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറയ്ക്കണം. അധികം ആളുകൾ നടക്കുമ്പോൾ ടെക്നീഷ്യന്മാർ, ഒരുപാട് ലാബ് ടെക്നീഷ്യൻ, ലാബിലെ ടെക്നീഷ്യൻ അവർക്കുടെ വർക്കിനെയൊക്കെ ചുമ്മാ ആളുകൾ അങ്ങോട്ട് കയറി ഇറങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയുള്ളതായിരിക്കണം. പബ്ലിക് എൻട്രി കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ലൊക്കേഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, വൈഡ് കോറിഡോർസ് ആയിരിക്കണം, അതിന്റെ വെയിറ്റിംഗ് സ്പേസ് വേണം. എന്തിനാ? ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിരിക്കണം, പക്ഷെ പബ്ലിക് എൻട്രി കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ there is no interference in the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി, മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കണം, പക്ഷെ സ്പേഷ്യസ് ആയിരിക്കണം. ക്ലിയർ ആയോ? 5 പോയിന്റ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നേ? മാം, സ്പേഷ്യസ് എന്ന് പറഞ്ഞ എന്താ? വിശാലമായിട്ടുള്ളത് നടത്താം, വിശാലമായ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ് ത്രൂ ദ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. വിശാലമായിരിക്കണം, പക്ഷെ എന്താ? പബ്ലിക് എൻട്രി കുറയ്ക്കണം, എല്ലാവർക്കും കയറാവുന്ന രീതിയിലാക്കരുത്. മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറയ്ക്കണം. ക്ലിയർ അല്ലേ പോയിന്റ്സ്? സൗണ്ട് കേൾക്കാൻ പറ്റുന്നു. മഴയുടെ എന്തെങ്കിലും, നിങ്ങൾക്ക് അവിടെ മഴ പെയ്യണ്ടോ? ഇവിടെ മഴയുണ്ട് മാഡം. ചിലപ്പോ അതിന്റെ ആയിരിക്കും, ചിലപ്പോ റേഞ്ചിന്റെ എന്തെങ്കിലും. ഞാൻ എന്റെ മാക്സിമം സൗണ്ടിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ആളുകള് ആ ഡിപ്പാർട്ട്മെന്റിലെ ഉള്ളിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ, ഒരു ഹോസ്പിറ്റലിലെ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഈ ആളുകളൊക്കെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് കാണിച്ച ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അതിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ആളുകൾ തമ്മിലൊക്കെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇന്ന് എഴുതി വെച്ച അവിടെ ഓർഗാനോഗ്രാം. ഓക്കെ, a diagram that shows the structure of an organization. A diagram that shows SHOWS അല്ലേ ടീച്ചർ? ഷോ കാണിക്കുക, SHOWS, ഷോസ്. എ ഡയഗ്രാം ദാറ്റ് ഷോസ്. എന്തെങ്കിലും സ്പെല്ലിംഗ് എന്തെങ്കിലും ചോദിക്കണം കേട്ടോ, ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കണം. എ ഡയഗ്രാം ദാറ്റ് ഷോസ്, SHOWS, the structure of
An organization. OVA, GA, NI, EZ, ATION. Organization. Structure of ഒന്നുകൂടെ. A diagram. Okay, a diagram that shows the structure of an organization and relationship between relationships between നടുക്ക് ഇടയില് BETWEEN between the different people, Madam, structure of an organization കഴിഞ്ഞ് and relationships. Structure of an organization and relationship between the different people, different people, department, and jobs, and actually, and കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് job, JOBS, job, jolly, jobs, JOBS, jobs at different levels, LEVELS, levels within that organization. Different levels. Level within UITHIL. ഒറ്റ വേർഡാണ് within that organization. Within that ലെവൽ കഴിഞ്ഞിട്ട് ഒന്ന് പറയൂ ടീച്ചറെ. ലെവൽ കഴിഞ്ഞിട്ട് within WITH within IL within that organization. Within that organization. ഒരാളൊന്ന് വായിച്ചേ. A diagram that shows ആസിഫ് ഒന്ന് റീഡ് ചെയ്യോ? ഈ ഓർഗാനോഗ്രാം ഇപ്പൊ നമ്മളൊന്ന് എഴുതിയത്, അപ്പൊ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആക്കാലോ. റീഡ് ചെയ്തേ. Hello. വായിച്ചോ. A diagram that shows the structure of an organization and relationship between the different people, people, department and jobs at different levels within that organization. In that organization, ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പല ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അവർ ജോബ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം, ആ ഒരു ഡയഗ്രാമത്തിനെയാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അവിടെ വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് തമ്മിലാവാം, അവരുടെ ജോബ്സുകൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാവാം, ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഞാൻ വായിക്കാം മേഡം ഒന്നുകൂടെ. ഓക്കെ. A diagram that shows the structure of an organization and relationship between the different people, department and jobs at a different level within that organization. Okay, very good. Within that organization, different people, department, and jobs at different levels within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ ജോബ്സുകൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാമാണ് ഓർഗാനോഗ്രാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ഇവിടെ തന്നേക്കുന്നത് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന മെഡിക്കൽ ഡയറക്ടർ. ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പഠിക്കാം. ഇതിന്റെ വേറെ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഓർഗാനോഗ്രാമിന്റെ ആ സ്ട്രക്ചർ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ഞാൻ പറയാം. ഇത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ബുക്കിലേക്ക് ഒന്ന് എഴുതണ്ട. അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇതൊന്ന് ഇപ്പൊ നമ്മൾ ഓർഗാനോഗ്രാം എഴുതിയതിന്റെ താഴെ ഇതൊന്ന് നിങ്ങളൊന്ന് എഴുതണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മതി നോക്കാം നമുക്ക്. ഫസ്റ്റ് മെഡിക്കൽ ഡയറക്ടർ, ടോപ്പിൽ നിൽക്കുന്ന മെഡിക്കൽ ഡയറക്ടർ. തൊട്ട് താഴെയാണ് HOD. എന്താ HOD? എക്സ്പാൻഡഡ് ഫോം എന്താ? HOD
ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. തൊട്ട് താഴെ HOD വരുന്നുണ്ട്. നെക്സ്റ്റ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് അത് ക്വാളിറ്റി മാനേജർ ആണ്. ക്വാളിറ്റി മാനേജർ കണ്ടോ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ഇനി അതിന്റെ 2 ബ്രാഞ്ചായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു സൈഡിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്, അതിന്റെ കീഴിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയാണ് ക്ലർക്കുകളും നഴ്സുകളും PRO. PRO എന്താ? PRO പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ PRO എന്ന്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഉണ്ട് മാഡം. PRO. ഇതെല്ലാം ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ക്ലർക്സ്, നേഴ്സസ്, PRO. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോയേ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതിന്റെ തൊട്ട് കീഴിൽ വരുന്നതാണ് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, തൊട്ട് താഴെ ടെക്നീഷ്യൻ ഉണ്ട്, അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇതിൽ നിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ, ആരാണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തരാം. അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ക്ലർക്സ്, നൺ ഓഫ് ദ എബോ. ഏതാ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാ? ക്ലർക്ക്, നഴ്സ്, PRO. നേഴ്സുകള് PRO. നിങ്ങൾ ഓപ്ഷൻ നോക്കി എഴുതാം. അപ്പൊ അതുപോലെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വരാം. അപ്പൊ സ്ട്രക്ചർ പിന്നെ അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ബ്ലഡ് ബാങ്കിങ്. ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ഓർഗാനോഗ്രാമാ കറക്റ്റ് എന്ന്. അത് അങ്ങനെ രീതിയിലും ഈ രീതിയിൽ ചോദിക്കാം കേട്ടോ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരെ തെറ്റിച്ച് തരും. മെഡിക്കൽ ഡയറക്ടർ കഴിഞ്ഞിട്ട് വേണം ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തരും, എന്നിട്ട് ക്വാളിറ്റി മാനേജർ തരും, എന്നിട്ട് HOD വേണ്ടി തരും. ആ ഓർഡർ അതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. മെഡിക്കൽ ഡയറക്ടർ, എല്ലാവരും നോക്കാം, മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ക്വാളിറ്റി മാനേജർ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ വീണ്ടും 2ആയി തിരിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ക്ലർക്കുകളുണ്ട്, നഴ്സുകളുണ്ട്, PRO ഉണ്ട്. നെക്സ്റ്റ് സൈഡിൽ നോക്കി BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, ടെക്നീഷ്യൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ തരുന്ന ഒരു ഹോംവർക്ക് ആയിട്ട് എഴുതാം. ഇന്ന് തന്നെ നമ്മളിപ്പോ ഓർഗാനോഗ്രാമിന്റെ ആ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടില്ലേ, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഓർഗാനോഗ്രാം നിങ്ങളൊന്ന് ബുക്കിലേക്ക് ഇന്ന് തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇതുപോലെ വലിയ ഫോളോ ഒന്നും വരച്ചൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ ആരോ മാർക്ക് ഇട്ട് തന്നെ ഒന്ന് എഴുതാം. ഓക്കെ, ഓൾ ഓഫ് യു റെഡിയാണോ? നാളത്തേക്ക് വെക്കരുത്, ഇന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കുക. അന്നത്തെ വർക്കുകൾ അന്നന്ന് തന്നെ ചെയ്യുക. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും അന്നന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ എടുക്കും. അത്രയും പോർഷൻസ് കവർ ചെയ്യുമെന്ന് തന്നെ വിചാരിച്ച് അന്നത്തെ കാര്യങ്ങൾ പെൻഡിങ് ഇടാതെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അതേപോലെ നമ്മുടെ ക്ലാസ്സുകളും ആ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് തന്നെയാണ്. നാളെ ഞാൻ ചോദിക്കും ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. ഇന്ന് തന്നെ ചെയ്യുക കേട്ടോ. ക്ലാസ്സുകൾ നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പോവുക, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം ഞാൻ മിക്കതും തന്നെ ക്ലാസ്സിൽ വായിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ സെൽഫായിട്ട് എല്ലാവരും ഒന്നുകൂടി വായിക്കുക. ഈ ഒരു ഇത് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത് ഇന്ന് തന്നെ നിങ്ങൾ ആ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി അത് പതിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ചെയ്യൂലേ? അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓർഗാനോഗ്രാം വരെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെ ഓർഡർ തെറ്റിച്ച് തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും കീഴിൽ വരുന്നത് ആരാണോ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ബ്ലഡ് ബാങ്കിലെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ബ്ലഡ് ബാങ്കില്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീ ഡൊണേഷൻ ചെക്കപ്പ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? അവരുടെ ഏജ് 80 to 65 ബിറ്റ്വീൻ ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. അവര് ഹെൽത്തിയും മെന്റലി ഫിസിക്കലി അവര് സ്ട്രോങ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം. പിന്നെ അതുകൂടാതെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അത് പ്രിലിമിനറി ടെസ്റ്റുകൾ, അതിനോടൊപ്പം തന്നെ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾ അതിന് റെസ്ട്രിക്ഷൻ ഇല്ലാന്ന് പറയുന്നത്. ഓക്കെ,
A certain set of preliminary tests are done in the lab once the blood is donated. നമ്മൾ ഒരു പ്രാവശ്യം ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്താണ് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷെ ഈ താഴെ തന്നിരിക്കുന്ന ഈ ടെസ്റ്റിനും റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണം ഇല്ല, ഇതും ചെയ്യണം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റും കൂടി ചെയ്യണം. അത് ഏതൊക്കെ ടെസ്റ്റാന്ന് നോക്കിയേ, ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം കേട്ടോ, എന്നിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഏതൊക്കെ ടെസ്റ്റുകളാണ്? ABO ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ് നോക്കണം, അതൊരു ഇമ്പോർട്ടന്റ് അല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം. പിന്നെ എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നൊക്കെ അറിയില്ലേ? ബി പോസിറ്റീവ് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, ബ്ലഡ് ടൈപ്പ് നോക്കണം. രണ്ടാമത്തെ അതിൽ RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ചിലക്കടെ A പോസിറ്റീവ് ആയിരിക്കും, ചിലക്കടെ A നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ RH ഘടകം, RH ഫാക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. നെക്സ്റ്റ് നമ്മൾ സ്ക്രീനിങ് ഓഫ് എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ബ്ലഡിലേക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആണ് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവും. ഇത്രയും ടെസ്റ്റുകൾ കൂടി ബ്ലഡ് ബാങ്കിൽ ചെയ്യണം. ഈ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ ടെസ്റ്റുകൾ കൂടി അവിടെ ഉൾപ്പെടുത്തണം. അതിന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ABO ഗ്രൂപ്പ് ആണ്. എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയോ? എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയോ? AB നെഗറ്റീവ് ഉണ്ട്, AB പോസിറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്. ഞാൻ ചോദിച്ചു നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഞാൻ ചോദിച്ചില്ല. ബ്ലഡ് ഗ്രൂപ്പ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയോ? പ്രധാനമായിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ABO. ഓക്കെ, 4 ബ്ലഡ് ഗ്രൂപ്പ് ABO ഗ്രൂപ്പ്, അങ്ങനെ 4 ഗ്രൂപ്പ്. പിന്നെ അപൂർവമായിട്ട് വളരെ ലക്ഷങ്ങളിലൊക്കെ ഉള്ള ഒരു ആളുകൾക്കൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ്. അതില് നമ്മള് വളരെ അപൂർവമായിട്ട് കാണുന്ന ആളുകളിൽ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കിയേ, ഈ നമ്മുടെ ശരീരത്തില് നമ്മള് ഇത് പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് ആന്റിജനുകളുടെ സാന്നിധ്യമാണ് നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബ്ലഡിന്റെ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ആന്റിജൻ എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിജനുകൾ എന്ന് പറയുന്നത്. ആന്റിജനുകൾ. അപ്പൊ 2 ആന്റിജനാണ് നമുക്കുള്ളത്. ആന്റിജൻ ആന്റിജൻ B അല്ലേ മേഡം? രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. ആന്റിജൻ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനല്ല, ഞാൻ അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. ആന്റിജൻ ഈസ് എ foreign substance which induce an immune response in the human body. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിജനുകൾ. അപ്പൊ നമുക്ക് 2 ആന്റിജനാണ് ഉള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. 2 ആന്റിജനുകളാണ് നമുക്കുള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഒരാളെ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അതായത് ഇപ്പൊ ഒരാൾക്കുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആന്റിജൻ A ആയിരിക്കും. അപ്പൊ ആന്റിജൻ A ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ A ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? പോസിറ്റീവ് നെഗറ്റീവ് പറയണ്ട. ആന്റിജൻ A ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ്. ആന്റിജൻ B ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ഏതായിരിക്കും? B ഗ്രൂപ്പ്. ഇനി ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ അതാണ് AB ഗ്രൂപ്പ്. 2 ആന്റിജനും. അപ്പൊ 2 ആന്റിജൻ പ്രസൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB ഗ്രൂപ്പ്. ആന്റിജൻ ബിയും ഉണ്ട്. ക്ലിയർ ആയോ? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അതാണ് AB ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ്. കിട്ടിയോ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? നമ്മുടെ ശരീരത്തില് നമ്മൾ പറഞ്ഞു
ഈ ആന്റിജനുകളുടെ ബ്ലഡിലെ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പൊ അത് എന്തിന്റെ ഇതുകൊണ്ട് നമ്മൾ ഓരോ ഗ്രൂപ്പ് വരുന്നതെന്ന് വെച്ചാൽ ആന്റിജനുകളുടെ പ്രസൻസ് ആണ്. അടുത്ത ആന്റിജൻ ഉള്ളത് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഒരാൾക്കുടെ ശരീരത്തിൽ ആന്റിജൻ എ ആണെങ്കിൽ എ ഗ്രൂപ്പ്. അപ്പൊ എ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ആന്റിജൻ എ ആയിരിക്കും. ഇനി ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്. അപ്പൊ ബി ഗ്രൂപ്പുകാർക്ക് ഏത് ആന്റിജനുള്ള? ബി ഗ്രൂപ്പുകാർക്ക് ഏത് ആന്റിജന ഉള്ള? ബി ആന്റിജൻ. അവര് ബി ഗ്രൂപ്പ്. ഇനി ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ രണ്ട് ആന്റിജനുള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഇനി ഒറ്റ ആന്റിജനും ഇല്ല, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് കിട്ടിയില്ലേ? നാലാമത്തെ കിട്ടിയില്ലേ? ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് എ ഏതാ? ഇല്ലാത്ത ഗ്രൂപ്പ് നോ ആന്റിജൻ. ആന്റിജന് പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പ് ഏതാ? ക്ലിയർ ആയോ? അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. ഈ ആന്റിജനിന്റെ പ്രസൻസ് ആണ് ഓരോരുത്തർക്കുടെയും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസപ്പെടാൻ കാരണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ 4 ഗ്രൂപ്പ് പറഞ്ഞു. എ ബി ഒ ഗ്രൂപ്പ്. ആന്റിജൻ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഗ്രൂപ്പ്, ആന്റിജൻ എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, ആന്റിജൻ എന്ന് പറഞ്ഞാൽ ഒ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മള് നോക്കുന്നത് ഈ ആന്റിജനുകള് ഒരു പെട്ടെന്ന് ഒരു ടേബിൾ വരച്ച് നിങ്ങൾക്ക് ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഒരു 5 റോസും 5 കോളോ ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കും. സ്കെയിലൊന്നും എടുക്കണമെന്നില്ല, വെറുതെ പേന കൊണ്ട് തന്നെ ഒന്ന് വച്ചാൽ മതി. അപ്പൊ നമ്മുടെ അവിടെ ആ ഇത് ഓർഗാനോഗ്രാം എഴുതാനുള്ള സ്ഥലം അവിടെ വിട്ടേക്കണേ. ഓർഗാനോഗ്രാം എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് താഴെ 5 റോസും 5 കോളോ ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. ഫിനിഷ് ആയോ? അതിന്റെ ഏറ്റവും ടോപ്പിൽ എഴുതാം ഗ്രൂപ്പ് എന്ന് എഴുതാം. ഗ്രൂപ്പ് GROUP ഗ്രൂപ്പ്. ഗ്രൂപ്പ്. ഇനി സെക്കൻഡ് കോളത്തിൽ എഴുതുക ആന്റിജൻ ANTIGEN. നേരെ ആട്ടോ, റോ ആയിട്ടാ ഞാൻ പറയുന്നത്. ഏറ്റവും ടോപ്പിലെ റോയിൽ എഴുതാട്ടോ. നേരെ എഴുതി പോക്കോ, കോളം അല്ല, നേരെ എഴുതാം. മോളില് ഗ്രൂപ്പ് എഴുതുക. നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ ANTIGEN ആന്റിജൻ. നെക്സ്റ്റ് കോളത്തിൽ എഴുതുക ആന്റിബോഡി ANTIBODY ആന്റിബോഡി. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആന്റിബോഡി. നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതുക ഡോണേഴ്സ് DONORS ഡോണേഴ്സ്. ഏറ്റവും ടോപ്പിൽ എഴുതുക ഗ്രൂപ്പ് എന്ന് എഴുതാം. ഗ്രൂപ്പ്. ഓക്കെ. നെക്സ്റ്റ് എഴുതുക അടുത്ത കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ എഴുതുക ANTIGEN ആന്റിജൻ. നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിബോഡി ANTIBODY ആന്റിബോഡി. നെക്സ്റ്റ് എഴുതുക ഡോണേഴ്സ് DONORS ഡോണേഴ്സ്. ദാനം ചെയ്യാൻ കഴിയുന്ന ആർക്കൊക്കെ കൊടുക്കാം. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് എന്താ പറയാ കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാൻ എളുപ്പത്തിലാണ് നമ്മൾ ആ ടേബിൾ ആക്കി എഴുതിയേക്കുന്നത് കേട്ടോ. ഡോണേഴ്സ് DONORS. ലാസ്റ്റ് കോളത്തിന് മുകളിൽ എഴുതുക റെസിപ്പിയന്റ് സ്വീകരിക്കാൻ കഴിയുന്നത് RECIPIENT റെസിപ്പിയന്റ്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് എഴുതാം. സെക്കൻഡ് കോളത്തിന്റെ മുകളിൽ എഴുതാം ആന്റിജൻ ANTIGEN. നെക്സ്റ്റ്
എഴുതുക ആന്റിബോഡി ANTIBODY. നെക്സ്റ്റ് എഴുതുക എഴുതി. ഡോണേഴ്സ് എഴുതി. DONORS. എഴുതി. നെക്സ്റ്റ് എഴുതുക റെസിപ്പിയന്റ് RECIPIENT. റെസിപ്പിയന്റ് സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ 4 ഗ്രൂപ്പ് അല്ലേ പറഞ്ഞത്? 4 ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചില്ലേ? ഓക്കെ, അത് ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴെ കോളത്തിൽ എഴുതാം കേട്ടോ. ആ 4 ബാക്കി ബാലൻസ് വരുന്ന 4 കോളത്തിൽ എഴുതുക. ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴേക്ക് എഴുതുക A. ഫസ്റ്റ് ഗ്രൂപ്പാണ് A. ഓക്കെ, നെക്സ്റ്റ് എഴുതുക B ഗ്രൂപ്പ്. നെക്സ്റ്റ് എഴുതുക AB ഗ്രൂപ്പ്. നെക്സ്റ്റ് എഴുതുക O ഗ്രൂപ്പ്. 4 ഗ്രൂപ്പ് എഴുതിയില്ലേ? AB O. ഫിനിഷ് ആയോ? ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഫസ്റ്റ് മുതല് എന്തോ ഒന്നും കൂടി ഫസ്റ്റ് മുതൽ റിപ്പീറ്റ് ചെയ്യാവോ? ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് നമ്മൾ ഏറ്റവും മുകളിലെ ടൈറ്റിൽ പോലെ കൊടുത്തില്ലേ? ഫസ്റ്റ് കോളത്തിന്റെ മുകളിലെ ഗ്രൂപ്പ് എന്ന് എഴുതിയില്ലേ? അതിന് താഴേക്ക് എഴുതാം. 4 ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചില്ലേ? ആ 4 ഗ്രൂപ്പുകൾ എഴുതാം. A ഒന്നാമത്തെ കോളത്തിൽ എഴുതുക A, രണ്ടാമത്തെ കോളത്തിൽ എഴുതുക B, അതിന്റെ താഴെ എഴുതുക AB, താഴെ എഴുതുക O. 4 ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചത്. ആ ഗ്രൂപ്പുകൾ 4 ഗ്രൂപ്പുകൾ എഴുതുക, താഴേക്ക് എഴുതുക. ക്ലിയർ അല്ലേ? ചെയ്തില്ലേ? നോക്കി നിങ്ങള് സെക്കൻഡ് കോളം നോക്കി ആന്റിജൻ ആണ്. അത് നിങ്ങളിപ്പോ പഠിച്ചല്ലോ ഓൾറെഡി. ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ ഏതാ? നേരെ എഴുതിക്കോ. ആന്റിജൻ A. ആന്റിജൻ എഴുതുക. ഗ്രൂപ്പ് A എന്നുള്ളതിന് നേരെ എഴുതുക ആന്റിജൻ A. B ഗ്രൂപ്പിന്റെ നേരെ എഴുതിക്കേ. ആന്റിജൻ ഏതാ? B. AB ഗ്രൂപ്പ്, അതിന്റെ ആന്റിജൻ ഏതാ? AB. A ഉണ്ട് B ഉണ്ട്. AB എന്ന് പറയാൻ പാടില്ല. ആന്റിജൻ A, ആന്റിജൻ B. അപ്പൊ ഫോം ഇട്ട് എഴുതാം കേട്ടോ. AB. നെക്സ്റ്റ് ഗ്രൂപ്പ്. ആന്റിജൻ ഉണ്ടോ? ആന്റിജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O എന്ന് പറയുന്നത്. ആന്റിജൻ ഇല്ല. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചൊക്കെ ഒന്ന് വെക്കുക. നമ്മള് ഇനി ബാക്കിത്തെ ഈ കോളം ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ്, എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട 5 പോയിന്റ്സ് പറഞ്ഞ് എവിടെയൊക്കെ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഓർഗാനോഗ്രാം പറഞ്ഞത്. ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാം, അതുകൊണ്ട് ഓർഗാനോഗ്രാം നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കുകൾ നടത്തുന്നത് അല്ലെ? പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ കൂടി നടത്തും. ഇതും കൂടി നമ്മൾ ഉൾപ്പെട്ടതാണ്. അതിൽ ടൈപ്പിംഗ് ABO ഗ്രൂപ്പ് ഫസ്റ്റത്തെ ആയിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കണേ. ബ്ലഡ് ടൈപ്പ് വരെ നമ്മൾ പറഞ്ഞു. അതിൽ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ABO. അത് ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ആ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ആന്റിജൻ A ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്, B ഉണ്ടെങ്കിൽ B ഗ്രൂപ്പ്, ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ അപ്പൊ ആരും മറക്കരുത്, ഇന്ന് നമ്മൾ ആ ഓർഗാനോഗ്രാമിന്റെ നിങ്ങൾ ഓർഗാനോഗ്രാം എന്നുള്ള ഡെഫിനിഷൻ എഴുതിയതിന്റെ താഴെ അതെല്ലാവരും ബുക്കിലൊന്ന് വരച്ചിടുക കേട്ടോ. ഓക്കെ, താങ്ക് യു. മാഡം ഒരു ഡൗട്ട് ഉണ്ട്. താങ്ക് യു മാം. പറഞ്ഞോ. ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി ഈ എത്ര മണിക്കൂറിനുള്ളിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും യൂസ് ചെയ്യണമെന്നുള്ള ഒരു റൂൾ ഇല്ലേ? അത് എത്രയാണ്? 48 ആണോ 24 ആണോ? ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് വന്നില്ല അവിടെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ ഡൊണേഷൻ ചെക്കപ്പുകളാണ് നിങ്ങളുടെ ഇതിനകത്ത് വന്നോളൂ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയൊന്നും നോക്കി വെക്കാം കേട്ടോ. 24. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.